കാസർഗോഡ് എണ്ണപ്പാറയിലെ 16-കാരിയുടെ മരണത്തിൽ 15 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസ്. പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് 2010-ൽ. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയിലിന്റെ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. കേസ് വീണ്ടും പരിഗണിക്കുക മെയ് 19-ന്. വിധി പറയുക തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്ത് പ്രോസിക്യൂഷൻ. ജാമ്യം തടഞ്ഞുവെക്കാനാകില്ല എന്ന് പ്രതിഭാഗം. മഴ കനക്കും സംസ്ഥാനത്ത്. 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച 5 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ED കേസ് ഒതുക്കാമെന്ന പേരിൽ പണം തട്ടിയ കേസിൽ ED ഉദ്യോഗസ്ഥൻ 1-ാം പ്രതി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതി ചേർത്ത് വിജിലൻസ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തട്ടിപ്പിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റും അറസ്റ്റിൽ. മുൻ MLA-യും CPIM നേതാവുമായ A. പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. നിയമനം KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിൽ. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. ഏത് ചുമതലയും നന്നായി ചെയ്യുമെന്ന് A. പ്രദീപ് കുമാർ. കോൺഗ്രസ് വെട്ടിയിട്ടും വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നൽകിയത് മറ്റ് 4 പേരുകൾ. പട്ടിക പുറത്തുവിട്ട് ജയറാം രമേശ് ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ. റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചതായി സമ്മതിച്ച് പാകിസ്ഥാൻ. സൈനിക മേധാവി പുലർച്ചെ തന്നെ ഇക്കാര്യം അറിയിച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വ്യോമത്താവളങ്ങളിൽ മിസൈൽ പതിച്ചുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ഇതാദ്യം. वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് അനുമതി നൽകി ഇന്ത്യ. അട്ടാരി വാഗ അതിർത്തി ഇന്ത്യ തുറന്നു. മലപ്പുറം കാളികാവിൽ ഒരാളുടെ ജീവനെടുത്ത കടുവയെ കണ്ടെത്തി. കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. കാൽപ്പാടുകളും കണ്ടെത്തി. തെരച്ചിൽ തുടരുന്നതിനിടെ നിലമ്പൂർ DFO ധനിത് ലാലിന് സ്ഥലം മാറ്റം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെ കേസിന്റെ പശ്ചാത്തലത്തിൽ. മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യം. ലയണൽ മെസ്സി കേരള സന്ദർശന വിവാദത്തിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ നടപടി കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി. കരാർ ഒപ്പിട്ട് 45 ദിവസത്തിനകം പകുതി തുക നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചില്ല. ഉത്തരവാദിത്തം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കാണ് എന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. തൃശൂർ കുറുപ്പമ്പടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. പീഡനം അമ്മയും ആൺസുഹൃത്തും ചേർന്ന്. പീഡനം മദ്യം നൽകിയ ശേഷമെന്നും കുറ്റപത്രത്തിൽ. കേസിൽ നിർണായകമായത് രഹസ്യമൊഴി. കുറ്റപത്രം സമർപ്പിച്ചത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. ലീഗിൽ അവശേഷിക്കുന്നത് 17 മത്സരങ്ങൾ. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബംഗളൂരു കൊൽക്കത്തയ്ക്കെതിരെ മത്സരം രാത്രി 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.